ഹായ്, ഇന്ന് ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി. ആക്ച്വലി എല്ലാവരും ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനും കൂടെ ഉള്ളൂ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്, ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ. അപ്പോൾ റെസിപ്പി കണ്ടിട്ട് കേട്ടോ. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. അതിന് ഇതിപ്പോൾ 4 അച്ച് ശർക്കരയുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കാൻ വെക്കാം. നുറുക്ക് ഗോതമ്പ് ഒരു ചെറിയ ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണിത്. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് വയ്ക്കാം. അതിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഏലക്ക ഇതിൽ പൊടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. ഇത് ഒരു തേങ്ങയുണ്ട്, ഒരു മീഡിയം സൈസ് തേങ്ങ. ഇനി ഇത് നമുക്കൊന്ന് പാലെടുക്കാം. 1-ാം പാലും 2-ാം പാലും 3 പാലാണ് എടുക്കുന്നത്. അപ്പോൾ പാലെടുത്തിട്ട് കാണാം. ഇതിലിപ്പം ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1-ാം പാലെടുക്കാം. ബാക്കി വെള്ളം ഒഴിച്ച് 2-ാം പാലും 3-ാം പാലും എടുക്കാം. ഓക്കെ, നമുക്കിനി ഇപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗോതമ്പ് നമ്മളിവിടെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗോതമ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വേണം ഇടാൻ. നമ്മളിത് നെയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് കിടന്ന് ഒന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞ് ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇത് ബാക്കി പരിപാടി ചെയ്യാം. ഇനി നെയ്യ് കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം ബാക്കി നമുക്ക് ശർക്കര ഒഴിക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാനി നമ്മൾ അരിച്ചു വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മുഴുവൻ ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നായി കഴിയുമ്പോൾ നോക്കാം. നമുക്ക് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ള ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിച്ച് ഗോതമ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഗോതമ്പ് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വേകണം. അതുവരെ അടച്ചു വെച്ചു പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചും ഇളക്കിയൊക്കെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാലല്ല അതിലും കൂടുതൽ വേവായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3-ാം പാലിൽ തന്നെ കിടന്നാണ് വേവിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിക്കാൻ പോവാണ്. നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇനി ഇത് കുറച്ചുകൂടെ ഒരു വേവ് ഉണ്ടാവും. ആ വേവ് ഈ 2-ാം പാലിലും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേകണം. ഓക്കെ, അത് അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്കിവിടെ കശുവണ്ടി അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം. അതിന് ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ബലൂൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാലും 1-ാം പാലിനകത്ത് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് തിള വന്നു എന്ന് കാണുമ്പോൾ ഓഫ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
വെയിറ്റ് ചെയ്തിട്ട് തിള വന്നു എന്ന് കാണുമ്പോൾ ഓഫ് ചെയ്യാം. ഞാനിപ്പം നട്ട്സും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ എങ്ങനെയുണ്ട്? സൂപ്പർ.